ഇനി ഞാനൊന്ന് പറയട്ടെ. 9 വർഷം നിങ്ങൾ പറഞ്ഞതല്ലേ? പതിവില്ലാത്ത ആത്മവിശ്വാസത്തിൽ ദിലീപ് നടന്നത് തന്റെ ഇമേജും ജീവിതവും തകർക്കാനുള്ള ശ്രമം. നടിയെ ആക്രമിക്കപ്പെട്ട കേസിന്റെ വിധി കേൾക്കാൻ കനത്ത ആശങ്കയിലാണ് ദിലീപ് വീട്ടിൽ നിന്നും ഇറങ്ങിയത്. 9 വർഷമായി കേൾക്കുന്ന ആരോപണങ്ങൾ, വിമർശനങ്ങൾ, 83 ദിവസത്തെ ജയിൽവാസം, ഒരു കാലത്ത് ചേർത്ത് പിടിച്ചിരുന്നവർ പടിക്ക് പുറത്തു നിർത്തിയതിലെ നിരാശ, ഇതെല്ലാം മുഖത്ത് തെളിഞ്ഞു കാണാമായിരുന്നു. ആദ്യം അഭിഭാഷകന്റെ ഓഫീസിലും അവിടെ നിന്ന് കോടതിയിലേക്കും. കോടതിക്കുള്ളിലേക്ക് ഓടിക്കയറിപ്പോയ ദിലീപ് തിരികെ ഇറങ്ങിയത് വലിയ സന്തോഷത്തിലായിരുന്നു. കുറ്റ വിമുക്തനാക്കി എന്ന വിധി ആഘോഷിക്കുന്ന ആരാധകർക്കിടയിലേക്ക് കൈവീശിയിറങ്ങി ദിലീപ്. മാധ്യമങ്ങളെ കണ്ടപ്പോൾ തന്റെ ശത്രുപക്ഷത്ത് ആരൊക്കെയാണ് എന്ന് വിളിച്ചു പറഞ്ഞു. മുൻ ഭാര്യ മഞ്ജു വാര്യർ അമ്മയുടെ യോഗത്തിൽ നടത്തിയ പ്രസംഗത്തിന് ശേഷമാണ് തനിക്കെതിരെ നീക്കങ്ങൾ തുടങ്ങിയത്. അന്നത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയും അവരുടെ സംഘവും ചേർന്നാണ് തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയത്. തന്റെ കരിയറും ജീവിതവും നശിപ്പിക്കുകയായിരുന്നു ലക്ഷ്യമെന്നും ദിലീപ് പറഞ്ഞു. അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ബി സന്ധ്യയെ ലക്ഷ്യമിട്ടാണ് ദിലീപ് ഈ പ്രതികരണം നടത്തിയിരിക്കുന്നത്. തന്നെ കുരുക്കിയവരെ വെറുതെ വിടില്ലെന്ന സന്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്. താരസംഘടനയായ അമ്മയിൽ നിന്നടക്കം അപമാനിച്ച് പുറത്താക്കിയവരെല്ലാം ദിലീപിന്റെ അടുത്ത നീക്കം ശ്രദ്ധിക്കുകയാണ്. നിങ്ങൾ ഈ 9 വർഷം പറഞ്ഞതല്ലേ? ഇനിയെങ്കിലും ഞാൻ പറഞ്ഞോട്ടെ. എന്റെ കൂടെ നിന്നവരോടെല്ലാം നന്ദി പറയുന്നു. എനിക്ക് വേണ്ടി ആത്മാർത്ഥമായി ഡിഫൻസ് ചെയ്ത അഭിഭാഷകരോടുള്ള ആത്മാർത്ഥമായ നന്ദി പറയുന്നു എന്നാണ് ദിലീപ് പറഞ്ഞത്. കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പൾസർ സുനി ഉൾപ്പെടെ 6 പേർക്കെതിരെ കൂട്ടബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ, ഗൂഢാലോചന എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയത്. ഇവയെല്ലാം തെളിഞ്ഞു. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തില്ലെങ്കിലും സംഭവത്തിന്റെ മുഖ്യ ആസൂത്രകൻ 8ാം പ്രതിയായ ദിലീപാണെന്നായിരുന്നു വാദം. കോടതിയുടെ നിയന്ത്രണമുള്ളതിനാൽ കേസിനെക്കുറിച്ച് തനിക്ക് സംസാരിക്കാനാകില്ലെന്നും എന്നാൽ പറയാൻ സാധിക്കുന്ന ഒരു ദിവസം വരുമെന്നും ദിലീപ് നേരത്തെ പറഞ്ഞിരുന്നു. 8 വർഷത്തിലേറെയായി തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇനി ദിലീപ് സംസാരിക്കും. തനിക്കെതിരെ സംസാരിച്ചവർക്കെതിരെ നിയമപരമായി നീങ്ങാൻ പോലും സാധ്യതയുണ്ട്.